ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സെയ്ഷൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. സായുധ സേനാംഗങ്ങൾക്കുള്ള ഗ്യാലൻട്രി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ എയർ മാർഷൽ തരുൺ ചൌധരി, ലഫ്റ്റനന്റ് ജനറൽമാരായ നീരജ് വർഷ്ണി, വികാസ് രോഹില്ല, ഹർബീന്ദർ സിംഗ് വന്ദ്ര, മൊഹീന്ദർ പാൽ സിംഗ് എന്നിവർ അതിവിശിഷ്ട സേവാ മെഡൽ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സായുധ സേനകളിലെയും കേന്ദ്ര പോലീസ് സേനകളിലെയും അംഗങ്ങളുടെ അസാധാരണമായ ധീരത മുൻനിർത്തിയാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിക്ടോറിയയിലെ നവശക്തി വിനായകർ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിയ ശ്രീ മോദി പീസ് പാർക്കിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. സെയ്ഷൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ ഇന്നലെ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത അദ്ദേഹം പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വിവിധ ധാരണാപത്രങ്ങളും ഇരു രാജ്യങ്ങളും കൈമാറി. പ്രതിരോധ ഗവേഷണ രംഗത്തെ DRDO പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായും സമയബന്ധിതമായും നടപ്പാക്കുന്നതിനുള്ള സാമ്പത്തിക അധികാര ചട്ടക്കൂട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വ്യവസായ മേഖലയുമായും അക്കാദമിക രംഗവുമായും കൂടുതൽ ശക്തമായ സഹകരണം ഉറപ്പാക്കാനും പുതിയ ചട്ടക്കൂട് സഹായിക്കുമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംയുക്ത സേനാ മേധാവി ജനറൽ NS രാജസുബ്രഹ്മണ്യ, DRDO ചെയർമാൻ രാജേഷ് കുമാർ സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രാഥമിക, ദ്വിതീയ, തൃതീയ തലങ്ങളിലെ ആരോഗ്യ സേവനങ്ങൾ വിപുലീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. ന്യൂഡൽഹിയിൽ നടന്ന കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സമിതിയുടെ 16ാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പൊതുജനാരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങളാണ് ഇന്ത്യയുടേതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. Many new initiatives have taken place in the past 12 years. The National Health Authority and Pradhan Mantri Jan Arogya Yojana has expanded the health facility and made it accessible and affordable throughout the length and the breadth of the country, and incorporates 62 crore people. And now India is the world's largest digital public infrastructure healthcare. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പ്രതിപക്ഷത്തു നിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും തുടർന്നുള്ള നടപടികളുമായി പ്രതിപക്ഷ അംഗങ്ങൾ പൂർണ്ണമായും സഹകരിക്കുകയായിരുന്നു. ത്രിഭാഷാ പഠനം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. നിലവിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ 3 ഭാഷകൾ പഠിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ 3ാമത്തെ ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. ഈ വിദ്യാർത്ഥികളിൽ 2 വിദേശ ഭാഷകൾ ഇതിനകം തെരഞ്ഞെടുത്തവർക്ക് അതേ ഭാഷകളിൽ പഠനം തുടരാം. ഇതിനൊപ്പം ഒരു ഇന്ത്യൻ ഭാഷ കൂടി പഠിക്കേണ്ടതാണെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 8 രാജ്യസഭാംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. നാളെ രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ശ്രീലങ്കയിൽ നടന്ന സുരക്ഷാ ഉച്ചകോടിക്കിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ട്രാക്ക് 2 ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ആദ്യമായല്ല നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തത്തോടെയല്ല ഇത്തരം സ്വകാര്യ ചർച്ചകളെന്നും ഇത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ട് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി. As far as the government of India is concerned, there is no official participation, no official support or involvement in these visits. Anybody from India who is participating in these events, whether it is retired diplomats, retired military officials, members of civil society, when they participate in such events, they speak for themselves and they represent their own point of view. They do not in any way represent the view of the government of India. രാജ്യത്തെ വ്യവസായ ഉൽപാദന വളർച്ചാ നിരക്ക് മെയ് മാസത്തിൽ 5.1% രേഖപ്പെടുത്തിയതായി കേന്ദ്ര സ്ഥിതിവിവര മന്ത്രാലയം. ഏപ്രിലിൽ ഇത് 4.9%. തമിഴ്നാട്ടിൽ ഒരു AIADMK MLA കൂടി രാജിവെച്ചു. കരൂർ മണ്ഡലത്തിൽ നിന്നുള്ള MR വിജയഭാസ്കറാണ് ഇന്ന് സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറിയത്. ഇതോടെ തമിഴ്നാട് നിയമസഭയിൽ നിന്ന് രാജിവെച്ച AIADMK MLAമാരുടെ എണ്ണം 7 ആയി. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്തിന് വെള്ളി. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ചൈനീസ് തായ്പേയുടെ സു ലീ യാങ്ങിനോടാണ് ശ്രീകാന്ത് പരാജയപ്പെട്ടത്. 2028 ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. വനിതാ 2020 ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീം നേരിട്ട് യോഗ്യത നേടുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക ടീമുകളും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇറാനും ഒമാനും സംയുക്തമായി രൂപീകരിച്ച ഹോർമുസ് കമ്മിറ്റിയുടെ ആദ്യ യോഗം മസ്കറ്റിൽ നടന്നു. ഒമാൻ വിദേശകാര്യ സഹമന്ത്രി അബ്ദുൽ അസീസ് അൽ ഹിനായിയും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഖരീബാബാദിയുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. പശ്ചിമേഷ്യയിലെ സൈനിക സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് അന്താരാഷ്ട്ര നാവിക സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒമാന്റെ നയതന്ത്ര ശ്രമം. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാനും അമേരിക്കയും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 372 പോയിന്റ് ഇടിഞ്ഞ് 76,728-ലും നിഫ്റ്റി 110 പോയിന്റ് നഷ്ടത്തിൽ 23,946-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. രാവിലെ പവന് 680 രൂപ കുറഞ്ഞ് 1,04,880 രൂപയായിരുന്നത് വൈകിട്ടോടെ വീണ്ടും 800 രൂപ താഴ്ന്ന് 1,04,080 രൂപയും ഗ്രാമിന് 13,010 രൂപയുമായി. ഹരിയാനയും രാജസ്ഥാനും തമ്മിൽ ജലം പങ്കുവയ്ക്കൽ കരാർ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ, ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ എന്നിവർ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. ഭരണപരമായ പ്രക്രിയകളിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങൾ കൃത്യമായ നയരൂപീകരണത്തിന് പ്രയോജനപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്ര ന്യൂഡൽഹിയിൽ നടന്ന 20ാമത് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനാചരണത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ സ്ഥിതിവിവര സംവിധാനം ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്നും ശ്രീ PK മിശ്ര പറഞ്ഞു. നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 10 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി അടുത്ത മാസം 11 വരെ നീട്ടി ഡൽഹി കോടതി. കേസിൽ ഇതുവരെ 13 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സെയ്ഷൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.